നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യുന്നതായി റിപ്പോർട്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലാണ് 26 സർക്കാർ ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തതായി തെളിഞ്ഞത്. കൂടാതെ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ 146 ആശുപത്രികളിൽ വിതരണം ചെയ്തതായും CAG കണ്ടെത്തി. കൂടാതെ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ 146 ആശുപത്രികളിൽ വിതരണം ചെയ്തതായും CAG കണ്ടെത്തി. കാലാവധി കഴിഞ്ഞാൽ മരുന്നുകളുടെ രാസഘടനയിൽ മാറ്റം വരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ രോഗികൾ കഴിക്കുന്നതോടെ അവരുടെ ജീവന് വരെ ഇത് ആപത്തായി മാറുന്നു. മരുന്ന് വിതരണത്തിലുണ്ടായ ഗുരുതര വീഴ്ചയിൽ KMSEL-നെതിരെ രൂക്ഷ വിമർശനമാണ് CAG ആരോപിക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 7000-ഓളം ആശുപത്രികളാണ് സംസ്ഥാനത്തുള്ളത്. 2016 മുതൽ 2022 വരെ നടത്തിയ പരിശോധനയിൽ 67 ആശുപത്രികളിലായി 62,726 തവണകളാണ് മരുന്നുകൾ ലഭ്യമാകാതിരുന്നത്. 2016 മുതൽ 2022 വരെ നടത്തിയ പരിശോധനയിൽ 67 ആശുപത്രികളിലായി 62,726 തവണകളാണ് മരുന്നുകൾ ലഭ്യമാകാതിരുന്നത്. 1245 ദിവസം വരെ ചില അവശ്യ മരുന്നുകളും ലഭ്യമായിരുന്നില്ല. 4232 ഇനം മരുന്നുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആശുപത്രികൾ KMSEL-നെ അറിയിച്ചിരുന്നെങ്കിലും വെറും 536 ഇനങ്ങൾ മാത്രമാണ് അനുവദിച്ചത്. 1085 ഇനങ്ങൾക്ക് കരാർ പോലും കൊടുത്തിരുന്നില്ല. കൂടാതെ മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന പോലും നടത്തിയിട്ടുമില്ല. വർഷത്തിൽ 54,049 ബാച്ച് മരുന്നുകളിൽ വെറും 8,700 ബാച്ചുകളുടെ ഗുണനിലവാരം മാത്രമാണ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.